ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമാനൂസയുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യാവതാരത്തിൽ ഈശോ സ്വീകരിച്ച മനുഷ്യ ശരീരം അവിടുത്തെ മരണോത്ഥാനത്തോടെ ഇല്ലാതാവുകയും അവിടുത്തെ ശാരീരിക സാന്നിധ്യം ഭൂമിയിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഈശോയുടെ ശാരീരിക സാന്നിധ്യമോ എഴുതപ്പെട്ട സുവിശേഷങ്ങളോ ഇല്ലാതെ എങ്ങനെയാണ് ആദിമ ക്രൈസ്തവർ ജീവിച്ചത് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം വിശ്വാസത്തിന്റെ പുസ്തകമാണ്. പരിശുദ്ധ റൂഹായാണ് അതിന്റെ കർത്താവ്. വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധ റൂഹായുടെ നിവേശനത്താൽ എഴുതപ്പെട്ടവയാണെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 105 ഖണ്ഡിക പഠിപ്പിക്കുന്നു. പഴയ നിയമം മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളുടെ പുസ്തകമാണെങ്കിൽ പുതിയ നിയമം ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണ വിവരണമാണ്. നസ്രായനായ ഈശോയിലാണ് ഈ പൂർത്തീകരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ അറമായ രൂപം AD 40 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം AD 65 70 ഇടയിലും, വിശുദ്ധ മത്തായി വിശുദ്ധ ലൂക്കാ സുവിശേഷങ്ങൾ AD 70 80 ഇടയിലും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം AD 90 100 ഇടയിലും രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതുവരെയുള്ള കാലമത്രയും ആദിമ ക്രൈസ്തവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? പന്തക്കുസ്തായ്ക്ക് ശേഷം ശ്ലീഹന്മാർ പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞ് വിവിധ ഇടങ്ങളിൽ ധീരതയോടെ സാക്ഷ്യം വഹിച്ചുവെന്ന് ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ആദിമ ക്രൈസ്തവരുടെ സുവിശേഷം ഈശോ മിശിഹായെക്കുറിച്ചുള്ള ശ്ലീഹന്മാരുടെ പ്രഘോഷണത്തിൽ അധിഷ്ഠിതമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. ഈശോയുടെ ആത്യന്തികമായ പ്രബോധനം സ്നേഹമായിരുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രബോധനം തന്നെയാണ് റൂഹായെ സ്വീകരിച്ച ശ്ലീഹന്മാർ ആദിമസഭകളോട് അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷകളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പ്രബോധിപ്പിച്ചത്. അങ്ങനെ അവർ ഒരു ഹൃദയവും ഒരാത്മാവുമുള്ളവരായി ഒരു കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ആരംഭിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് കാരണമായ ഈശോ മിശിഹായുടെ പെസഹാ രഹസ്യങ്ങൾ, അവിടുത്തെ സഹനം, മരണം, ഉത്ഥാനം എന്നിവയുടെ ആഘോഷമായ വിശുദ്ധ കുർബാനയെ അനുസ്മരിപ്പിക്കുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ ഈ സ്നേഹ കൂട്ടായ്മയുടെ ഒരു അടയാളമായിരുന്നു. മാത്രമല്ല, വിവിധ യാമങ്ങളെ വിശുദ്ധീകരിക്കാൻ അവർ വിവിധ പ്രാർത്ഥനകൾക്കും രൂപം നൽകിയിരുന്നു. ഏത് കാലഘട്ടത്തിലായാലും സുവിശേഷമില്ലാതെ ക്രൈസ്തവന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ആദിമസഭയ്ക്ക് ലിഖിത രൂപത്തിൽ, പുസ്തക രൂപത്തിലുള്ള സുവിശേഷം ഇല്ലായിരുന്നുവെങ്കിലും ശ്ലീഹന്മാരുടെ അധരങ്ങളിലൂടെ അവർക്ക് സുവിശേഷം ലഭിച്ചിരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവ തന്നെയായിരുന്നു പിന്നീട് എഴുതപ്പെട്ട സുവിശേഷം. യഥാർത്ഥത്തിൽ അവർ സുവിശേഷം ജീവിക്കുകയായിരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.